ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി സൂപ്പർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 1/2 ലിറ്റർ പാലാണ് ചേർക്കുന്നത്, പശുവും പാല്. അപ്പോൾ ഈ പാല് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ. നമുക്ക് എപ്പോഴും എടുക്കുമ്പോൾ സ്കിംഡോ സെമി സ്കിംഡോ മിൽക്ക് എടുക്കാതെ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ നോക്കുക. അത് ഈ ഒരു പുഡിങ്ങിന് മാത്രമല്ല, ഐസ്ക്രീമും അങ്ങനത്തെ നല്ല മധുരത്തിൻ്റെ റെസിപ്പീസിനൊക്കെ പാൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ ഉപയോഗിക്കുക. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു 1/2 ലിറ്റർ പാലൊന്ന് നന്നായി ഒന്ന് ചൂടാക്കണം. അപ്പോൾ 1 മിനിറ്റ് അതവിടെ അങ്ങനെ ചൂടാവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു കൊച്ചു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് ഞാൻ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചോളത്തിൻ്റെ പൊടിയാണ്. അത് ബേക്കറികളിലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് 1/2 ലിറ്റർ പാലിന് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പം ഈ പാൽ ഇതാ ചെറുതായിട്ട് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ചൂടുള്ള പാലിൽ നിന്ന് അല്പം പാല് നമ്മൾ ഈ പൊടിയിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ചൂടുള്ള പാലാവുമ്പോഴത്തേക്കും ഈ പൊടി പെട്ടെന്ന് തന്നെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ ആ ചൂട് പാൽ ഒഴിച്ചു. ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കുക. എന്നിട്ട് ഇതാ നന്നായിട്ട് ഇളക്കുക. ഇത് ഇച്ചിരി കട്ടിയായിട്ടാണ് നമുക്ക് ആദ്യം തോന്നുക. സ്പൂണൊക്കെ ഒന്ന് ഇളക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷെ അത് പിന്നീട് ഇളക്കി അത് നല്ലൊരു പാല് കണക്കിനാവും കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഈ പാൽ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം മധുരത്തിന്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് മതിയാവും. പിന്നെ കാരണം നമ്മൾ ഇതിനകത്ത് ക്രീമൊക്കെ ചേർക്കുന്നുണ്ട് പിന്നീട്. അപ്പം ആ ക്രീമിലും മധുരം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ ആകുമ്പോൾ ഒത്തിരി മധുരമാവും. അപ്പോൾ ഇവിടെ 1/4 കപ്പ് മതിയാവും. പിന്നെ ഇതിനകത്തോട്ട് വാനില എസൻസ് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ഏതാണോ അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതാ പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് ഏറ്റവും ലോയിലോട്ട് മാറ്റാൻ മറക്കരുത്. കാരണം ഇത് കോൺഫ്ലവർ ആണ്. നമ്മളിത് ഒഴിച്ച വഴിക്ക് പാത്രം നല്ല നമ്മൾ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറുകി വരും. അന്നേരം ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാൻ പറഞ്ഞത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ മാറ്റിയതിന് ശേഷം ഈ ഒരു കോൺഫ്ലവറിന് മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. കൈവിടാതെ ഇളക്കണം. കാരണം കോൺഫ്ലവർ ആണ്, പെട്ടെന്ന് തന്നെ കുറുകാൻ തുടങ്ങും. ഇപ്പം തന്നെ ഞാൻ ഒഴിച്ച ഒരു 40-50 സെക്കൻഡിനകത്ത് തന്നെ കണ്ടോ ഇതിങ്ങനെ ചെറുതായിട്ട് അങ്ങ് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇളക്കി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഒത്തിരി അങ്ങ് കുറുകി കട്ടിയായിട്ട് എടുക്കേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഈ ഒരു രീതിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ചെറുതായിട്ടൊരു 2-3 തിളയ്ക്കാൻ തുടങ്ങും. ആ ഒരു സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടോട് കൂടെ തന്നെ ഞാനൊരു പാത്രത്തിലോട്ട് ഇത് ഒഴിച്ച് മാറ്റുന്നുണ്ട്. അപ്പം അതിനായിട്ട് ഈ പുഡിംഗ് ഞാൻ ഇന്ന് സെറ്റാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു പ്ലേറ്റിലാണ്. അപ്പം നിങ്ങൾ സ്റ്റീൽ പാത്രമൊക്കെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് അല്പം ബട്ടറോ ഓയിലോ ഒന്ന് ചെറുതായിട്ടൊന്ന് തടവി കൊടുക്കുക. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചെയ്താൽ നല്ലത്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഈ ഒരു ചൂടോട് കൂടെ തന്നെയുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഫ്രിഡ്ജിനകത്ത് ഒരു 15 മിനിറ്റ് ഒന്ന് സെറ്റ് ആവാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിനകത്ത് ഒരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ഈ പുഡിങ് ഓൾമോസ്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ജെല്ലി പോലെ ആയിട്ടുണ്ട്. ഞാൻ എന്താ കൈ വെച്ചിട്ട് തൊടുമ്പോൾ, വിരൽ വെച്ച് തൊടുമ്പോൾ വിരലിൽ ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. അത്രയും നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഒരു ക്രീം തയ്യാറാക്കണം. അതിനായിട്ടൊരു ബൗൾ എടുക്കുക. ഞാനിന്നിവിടെ 284 ml ഉള്ള ഡബിൾ ക്രീമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പല രീതിയിൽ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, ഡബിൾ ക്രീം എടുത്താൽ കുഴപ്പമുണ്ടോ, വിപ്പ് ക്രീം എടുത്താൽ കുഴപ്പമുണ്ടോ, ഫ്രഷ് ക്രീം. ഇതെല്ലാം ബേസിക്കലി ഒന്ന് തന്നെയാണ്. അപ്പോൾ ഡബിൾ ക്രീമും ഫ്രഷ് ക്രീമും ഒക്കെ ഈ പറഞ്ഞോണം വിപ്പ് ക്രീമൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിന്നിവിടെ 284 ml എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബീറ്റർ വേണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള വിസ്ക് വെച്ചിട്ടൊക്കെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലാണെങ്കിൽ നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാനിവിടെ 1 മിനിറ്റോളം ബീറ്ററിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മധുരം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഇത്രയും ചേർക്കണ്ട. നിങ്ങൾക്ക് ആ 2 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്തിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്താൽ മതിയാവും.
ഇതിനകത്തും ഞാനൊരു 1/2 ടീസ്പൂൺ വെനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ക്രീമിനും വെനില എസൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ആ ഒരു ടേസ്റ്റ് വരാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും ടേസ്റ്റിയാണ്. പക്ഷെ ഇന്ന് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചർ വരുന്നത് വരെ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ നമ്മുടെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബീറ്റർ വെച്ച് ഒന്ന് മുക്കി എടുക്കുമ്പോഴത്തേക്കും ഇത് കണ്ടോ, നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ നമ്മുടെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ സെറ്റാക്കി ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുള്ള നമ്മുടെ കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു പുഡിങ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയാം, അതിൻ്റെ മേലോട്ട് നമ്മൾ ഈ ക്രീം ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി ഹാർഡായിട്ട് ഒത്തിരി പ്രഷർ ചെയ്തിട്ട് ഒരിക്കലും ക്രീം തേച്ച് കൊടുക്കരുത്. കാരണം ഈ ഒരു കോൺഫ്ലവറിൻ്റെ ആ ഒരു പുഡിങ് ഇപ്പം തന്നെ നല്ല ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്. പാത്രത്തിൻ്റെ ഷേപ്പൊക്കെ ഓൾമോസ്റ്റ് അത് ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിയൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പതുക്കെ വേണം നമ്മൾ ഈ ഒരു ക്രീം ഒന്ന് തേച്ചെടുക്കാനായിട്ട്. ഇനി പല രീതിയിലിതും ചെയ്യാട്ടെ. നമ്മൾ ആ ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത സമയത്ത് നിങ്ങളുടെ കയ്യിൽ ബിസ്ക്കറ്റ്സ്, പ്രത്യേകിച്ച് ഓറിയോ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ആ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ക്രീമിനകത്ത് ഇട്ടൊന്ന് പെട്ടെന്നൊന്ന് അടിച്ചെടുക്കുവാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പുഡിങ് കഴിക്കുമ്പോൾ അതിലത്തെ ഓരോ ബൈറ്റിൽ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഒരു കടിക്കാനൊക്കെ കിട്ടും കേട്ടോ. അതങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിന്ന് പക്ഷെ അങ്ങനെ ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഓറിയോ ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഓറിയോ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കാനൊക്കെ ഇഷ്ടമായതുകൊണ്ട് മാത്രം. നിങ്ങൾക്ക് അത് ഒന്ന് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്, ഇപ്പോൾ എല്ലാവർക്കും പുതിയതായിട്ട് ട്രൈ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം, അല്ലെങ്കിൽ പല മെത്തേഡിലൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് അതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ആ വെനില എസൻസ് ചേർത്തതിന് പകരം നിങ്ങൾക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഇച്ചിരി 2-3 ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തെന്നാലും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഞാൻ ആ ക്രീമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടും നമ്മൾ ആ ഒരു പ്രഷർ കൊടുക്കാതെയാണ് ഇങ്ങനെ തേച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഞാൻ ഇതിൻ്റെ ഒരു സൈഡുകളിലൊക്കെയുള്ള ആ ഒരു പറ്റി പിടിച്ചിരിക്കുന്ന ഇതൊക്കെ ക്രീമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അരിച്ചിങ്ങനെ എടുക്കുന്നുണ്ട്, നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എന്നോട് ഇതിന് മുൻപും ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടപ്പം എന്നോട് കുറേ പേര് ചോദിച്ചു, ഇങ്ങനെ കഴിക്കില്ലേ, കൊക്കോ പൗഡർ അല്ലേ കഴിക്കില്ലേ എന്നൊക്കെ. ഈ കൊക്കോ പൗഡർ നമ്മൾ ആകെ കൂടെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ആണല്ലോ. പിന്നെ നമ്മൾ ഇതിൻ്റെ മേലെ ഇത്രയും ക്രീമിന് നമ്മൾ ഇത്രയും ഇച്ചിരിയല്ലേ നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ കയ്പൊന്നും വരില്ല. വലിയതെന്നല്ല, ഒട്ടും കയ്പ് തന്നെ വരില്ല. നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക. അത്രയും ആ വൈറ്റ് ക്രീമും കോൺഫ്ലവറിൻ്റെ ഒരു മിക്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കൊച്ചൊരു കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റ് വരുമ്പോഴാണ് ഇത് നന്നായിട്ട് വരിക. അപ്പോൾ ഞാനതൊന്ന് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അടുത്തത് ഞാൻ ഇതിൻ്റെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ കൊക്കോ പൗഡർ ഇട്ടതുകൊണ്ട് പാത്രത്തിൻ്റെ സൈഡുകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ്. ഇതിങ്ങനെ തന്നെ തണുപ്പിച്ച് ഒരു 1/2 മണിക്കൂറെങ്കിലും തണുപ്പിച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഞാനിന്ന് പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് ഇതിൻ്റെ മേലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഫോട്ടോക്ക് ഭംഗി കിട്ടാനും. ഇന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വെച്ച് കൊടുക്കുമ്പോൾ ചുമ്മാ അങ്ങനെ പ്ലേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാൻ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഇത്രയേ ഉള്ളൂ. ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഞാനൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 15, സത്യത്തിൽ ഒരു 1/2 മണിക്കൂറൊക്കെ വെക്കേണ്ടതാണ്. പക്ഷെ ഞാനത് 15 മിനിറ്റ് വെച്ചുള്ളൂ. കാരണം ഓൾറെഡി നമ്മുടെ കോൺഫ്ലവറിൻ്റെ പുഡിങ് ഒരു സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്രീം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നേരം വെക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെക്കാം. അങ്ങനെ 15 മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് എടുത്ത് വന്നിട്ടുള്ള പുഡിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് മുറിച്ച് നോക്കണ്ട എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ മുറിക്കുകയാണ് കേട്ടോ. വളരെ നമ്മളൊന്ന് സ്പൂണൊന്ന് വെക്കുമ്പോഴത്തേക്ക് അങ്ങ് ഊർന്ന് പോകുന്ന തരത്തിലുള്ള സോഫ്റ്റ്നെസ് ആണ് ഇതിനകത്ത്. പിന്നെന്താ, ഇത് സെർവ് ചെയ്യുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതിന് വലിയ കാര്യങ്ങളൊന്നും വേണ്ട, വലിയ ഡെക്കറേഷൻസോ അല്ലെങ്കിൽ ഒത്തിരി ഡബിൾ പണികളൊന്നുമില്ല. സിമ്പിളായിട്ടുള്ളൊരു പുഡിംഗ് ആണ്. എന്നാൽ ക്രീമിനുള്ള ക്രീമും അല്ലാത്ത ഒരു കോൺഫ്ലവർ
കോൺഫ്ലവറിൻ്റെ ഒരു ബേസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകം ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു കൊച്ചു പീസും കൂടെ നമ്മുടെ സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റി എടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകവും ആ ക്രീമിൻ്റെ ക്രീം മാത്രമല്ല, നമ്മുടെ കോൺഫ്ലവറിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും, സത്യം പറഞ്ഞെന്നാൽ ഈ ഒരു പുഡിങ്ങിന് നമുക്കൊന്നും കടിക്കാനൊന്നും കിട്ടില്ല, എല്ലാം അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.